ശാങ്കരകൃതികളിൽ മനീഷ പഞ്ചകത്തിൽ മൂന്നാമത്തെ ശ്ലോകം നമ്മൾ ശ്രദ്ധിച്ചു. അവിടെ ഈ വിശ്വമഖിലവും ശാശ്വതമായി തന്നെ നശ്വരമാണ്. ശശ്വന്നശ്വരമേവ വിശ്വമഖിലം. ഇത് ഗുരുനാഥൻ്റെ വാക്കിൽ നിന്ന് നിശ്ചയിച്ചു. തത്വ ജിജ്ഞാസുവിന് ഏകാശ്രയം ഗുരുവാണ്. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരു, സ്വാനുഭൂതി സമ്പന്നനായ ഗുരു. ആ ഗുരുനാഥൻ്റെ സംശയരഹിതമായ ഉപദേശങ്ങൾ കേട്ട് നിശ്ചയിച്ചുറപ്പിക്കുകയാണ്. ഈ വിശ്വം നശ്വരമാണെന്നും നിത്യമായത് ബ്രഹ്മം മാത്രമാണെന്നും നിരന്തരം വിമർശനം ചെയ്ത് വിചാരം ചെയ്ത്. എങ്ങനെയാണ് വിചാരം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? നിർവ്യാജ ശാന്താത്മന. എല്ലാ വ്യാജങ്ങളും മായാഭാവങ്ങളും നീങ്ങിയ ശുദ്ധമായ അന്ധക്കരണം കൊണ്ട് വിചാരം ചെയ്ത് കഴിയുന്ന ആൾ. അയാളാൽ ഭൂതവും ഭാവിയുമായ എല്ലാ ദുഷ്കൃതങ്ങളെയും സുഹൃത ദുഷ്കൃതങ്ങളെയും ദഹിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അയാളെ സംബന്ധിച്ച് കർമ്മങ്ങൾ ശേഷിക്കുന്നില്ല. അപ്പം ആ സ്ഥിതിയിൽ എങ്ങനെ അയാൾ കഴിയുന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പ്രാരബ്ധാനുസൃതം കഴിയുന്നു. എന്താണോ പ്രാരബ്ധം അത് പ്രവർത്തിക്കട്ടെ എന്ന ഭാവത്തോടു കൂടി തീർത്തും സാക്ഷിഭാവത്തിൽ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ട് ആന്തരികമായി ഒന്നിനോടും സംഘമില്ലാതെ അയാൾ കഴിയുകയാണ്. മനസ്സിൻ്റെ സങ്കല്പ വികല്പാത്മക ഭാവത്തിനുപരി ബുദ്ധിയുടെ നിശ്ചയാത്മികമായ ബോധമാണ് വാസ്തവത്തിൽ മനീഷ. എൻ്റെ നിശ്ചിത ബുദ്ധി ഇതാണ് എന്ന് ഉറച്ചു പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ നാലാമത്തെ ശ്ലോകത്തിലേക്ക് പോകുന്നു. യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ യദ്ഭാസാ ഹൃദയാക്ഷദേഹവിഷയാ ഭാന്തിസ്വതോ ചേതനാ താം ഭാസ്യൈ ഹിതർക്കമണ്ഡലനിഭാം സ്ഫൂർത്തിം സദാ ഭാവയൻ യോഗീ നിർവൃതമാനസോ ഹി ഗുരുരിത്യേഷാ മനീഷാ മമ. നിർവൃതമാനസഃ ഗുരുഃ അഥവാ നിർവൃതമാനസഃ യോഗീ ഗുരുഃ ഇത് മമ മനീഷ. നിർവൃതമാനസനായ യോഗി ഗുരുവാണെന്നാണ് എൻ്റെ ഉറച്ച അഭിപ്രായം. അപ്പം അവിടെ നമ്മൾ 1-2 ശ്ലോകങ്ങളിൽ പറഞ്ഞ ആശയത്തെ ചേർത്താൽ നിർവൃതമാനസനായ യോഗി ലോകദൃഷ്ട്യാ ചണ്ടാളനാവട്ടെ, ലോകദൃഷ്ട്യാ ദ്വിജനാകട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ഗുരുവാണ്. ഇതാണ് എൻ്റെ നിശ്ചിതമായ ബോധം. ഇതാണ് പ്രഖ്യാപിക്കുന്നത്. എങ്ങനെയുള്ള ആളാണ് ഗുരു? പറയുന്നു, യാ തിര്യങ് നരദേവതാഭിരഹമിത്യന്തസ്ഫുടാ ഗൃഹ്യത്തെ. യാതൊന്ന് തിര്യങ് നരദേവതാഭിഹി, തിര്യക്കുകളാലും നരന്മാരാലും ദേവതകളാലും എല്ലാം അഹം ഇതി ഞാൻ എന്ന് സ്ഫുടതരമായി അന്തഃ ഗൃഹ്യത്തെ ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നുവോ. അപ്പം തിര്യക്കുകളാലും മനുഷ്യന്മാരാലും ദേവതകളാലും ഞാൻ എന്ന് യാതൊന്ന് ഉള്ളിൽ ഗ്രഹിക്കപ്പെടുന്നുവോ, യദ്ഭാസ യാതൊന്നിൻ്റെ പ്രകാശം കൊണ്ട് ഹൃദയാക്ഷദേഹ വിഷയാഹ, ഹൃദയ അക്ഷ ദേഹ വിഷയങ്ങൾ, അന്തഃകരണം, ഇന്ദ്രിയങ്ങൾ, ശരീരം തുടങ്ങിയ വിഷയങ്ങൾ എന്താണവ? അചേതനാഹ. വാസ്തവത്തിൽ അവ അചേതനങ്ങളാണ്. അചേതനങ്ങളായ ഇവയെല്ലാം ഭാന്തി പ്രകാശിക്കുന്നത്. മൂന്നാമത് പറയുകയാണ്, താം അതിനെ സ്ഫൂർത്തിം, ആ സ്ഫൂർത്തിയെ, ആ പ്രഭയെ. ഏത് പ്രഭയെ? പിഹിതാർക്കമണ്ഡല നിഭാം സ്ഫൂർത്തി. പിഹിതമായ
മറയ്ക്കപ്പെട്ട സൂര്യമണ്ഡലം പോലെയുള്ള ആ പ്രഭയെ ആരാണോ വിചാരം ചെയ്യുന്നത്, ഭാവയൻ, അതെങ്ങനെയാ മറയ്ക്കപ്പെട്ടതിനെ ഭാവന ചെയ്യുക? മറുപടി ഭാസ്യൈഹി, ഭാസിക്കപ്പെടുന്നവയാൽ ആര് ആ സ്ഫൂർത്തിയെ ഭാവന ചെയ്യുന്നുവോ, നിർവൃതമാനസനായ യോഗി ഹി നിശ്ചയമായും ഗുരുവാണ്. ഇതി ഏഷാ മമ മനീഷ, ഇതാണ് എൻ്റെ മനീഷ. ഞാൻ ഉറച്ചു മനസ്സിലാക്കുന്നത് ഇതാണ്. ഇങ്ങനെയെല്ലാമുള്ള ഗുരു, ഇങ്ങനെയെല്ലാമുള്ള യോഗി, ഇങ്ങനെയെല്ലാമുള്ള നിർവൃത മാനസൻ ഗുരുവാണ്. ഈ ശ്ലോകം നമുക്ക് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. അടുത്ത പ്രാവശ്യം ആവട്ടെ.